ചാലക്കുടി മണ്ഡലത്തിലെ ഒരു വോട്ടറാണ്. മാറി മാറി വരുന്ന ഇടത് വലത് മുന്നണികൾ ഇവിടെ ഭരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഞാൻ യുവാവാണ്, യൂത്തിന് ഇവിടെ പ്രത്യേകിച്ച് ഒരു തൊഴിൽ സാധ്യതയും ഈ കേരളത്തിലില്ല. അതുകൊണ്ട് ഒരു മാറ്റം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പുതിയൊരു ഈ ജനറേഷന് പുതിയൊരു മാറ്റം വേണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പ്രത്യേകിച്ച് കേരളത്തിൽ പഠിച്ചു പോകുന്ന യുവാക്കൾക്ക് യാതൊരു വക ഓപ്പർച്യൂണിറ്റിയോ തൊഴിൽ സാധ്യതയോ ഇല്ല. എല്ലാവരും വിദേശ രാജ്യങ്ങളിലേക്കാണ് പോകുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ജോലി സാധ്യതയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടാക്കണം. അതുകൊണ്ട് ഒരു പുതിയൊരു മാറ്റത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഇപ്പോൾ ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ എനിക്ക് ബോധ്യപ്പെടുന്നത്, ഇപ്പോൾ ഇടതുപക്ഷവും അല്ലെങ്കിൽ വലതുപക്ഷവും അടക്കമുള്ള ആളുകൾ പട്ടികജാതി പ്രീണനം കൊണ്ട് ഇപ്പോൾ അവരുടെ ഇപ്പോൾ വാഗ്ദാനങ്ങളുമായിട്ട് കടന്നു വരുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഈ രാജ്യത്ത് പട്ടികവിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നൊരു മേഖല എന്നുള്ളത് ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലാണ്. അവരുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ നിറവേറ്റാൻ കഴിയുന്നില്ല, അവരുടെ പാർപ്പിട അവകാശങ്ങൾ നിറവേറ്റാൻ കഴിയുന്നില്ല, അവരുടെ രോഗാതുരമായിട്ടുള്ള അവസ്ഥയിൽ അവരുടെ ദുരന്തവും അതിനെ മറികടക്കുവാൻ അവരെ സഹായിക്കാൻ കഴിയുന്നില്ല. അത്തരത്തിൽ ഈ വിഭാഗങ്ങൾ അവഗണിക്കപ്പെട്ടു പോകുന്നൊരു സാഹചര്യമുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പല പദ്ധതികളും ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാൻ കേരളത്തിലെ സർക്കാർ അടക്കമുള്ള കേരള സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഒരു മേഖല, ചാലക്കുടി മേഖല എന്ന ആദിവാസി മേഖലയാണ്. ആദിവാസി മേഖലയിലെ പല ആളുകൾ ഇപ്പം വന്യമൃഗങ്ങളാൽ അതല്ലെങ്കിൽ കാട്ടുമൃഗങ്ങൾ, ആനയൊക്കെ ചവിട്ടിക്കൊല്ലുന്ന ആളുകൾ ഒരുപാട് പേര് മരിക്കുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ മറ്റ് പ്രതിസന്ധികളുണ്ടാകുന്ന വന്യമൃഗങ്ങളുടെ ശല്യം പോലും പ്രതിസന്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്, അത് ഉണ്ടാകാതിരിക്കുവാൻ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ, ഈ വിഭാഗങ്ങളെ സംരക്ഷിക്കുവാൻ പരിരക്ഷിക്കുവാനുള്ള ഒരു പദ്ധതിയും ഇവിടെ നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ജനവിഭാഗത്തിൻ്റെ വികസനം ആ പൗരൻ്റെ വികസനമാണ്. ആ പൗരൻ്റെ വികസനം ആദിവാസി വിഭാഗങ്ങളടക്കമുള്ള പട്ടിക വിഭാഗങ്ങളടക്കമുള്ള പൗരൻ്റെ വികാസം സംഭവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം നടപ്പിലാക്കുന്നില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഈ വലതുപക്ഷ സർക്കാർ കഴിഞ്ഞ 57 മുതൽ ഈ കേരളം ഭരിച്ച സർക്കാർക്കെതിരെ എനിക്ക് സൂചിപ്പിക്കുവാനുണ്ട്. Indian Institute of Commerce Lakshya presents Jana Shabdam in association with Amrutaveni. Learn commerce professional courses only from Indian Institute of Commerce Lakshya. Amrutaveni Hair Elixir. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ.